നമസ്കാരം. ലോ സെക്രട്ടറി ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ പിണറായി ഇന്ന് കൈകാലിട്ടടിച്ചേനെ. ജേക്കബ് തോമസിന്റെ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന പുസ്തക പ്രകാശനമാണ് പിണറായി നേറ്റിരുന്ന പ്രധാന പരിപാടി. നീന്താൻ പോകുന്നതൊക്കെ കൊള്ളാം, മുങ്ങാതെ നോക്കിക്കോ എന്ന് KC ജോസഫ് ഒരു കത്ത് കൊടുത്തു. മുങ്ങാംകുഴിയിടാൻ തപാൽ മാർഗം എങ്ങനെ പഠിക്കാം എന്ന പാഠമായിരുന്നു KC ജോസഫിന്റെ ആ കത്തിൽ ഉണ്ടായിരുന്നത്. ജേക്കബ് തോമസിന് പുസ്തകരചനയ്ക്ക് അനുമതിയുണ്ടോ? സർവീസിലിരിക്കെ ഔദ്യോഗിക രഹസ്യം സ്വന്തം കാര്യത്തിനായി പ്രസിദ്ധപ്പെടുത്തിയോ? ബുക്കിന്റെ ഉള്ളടക്കം മുഖ്യമന്ത്രി കണ്ട് ബോധിച്ചതാണോ? തുടങ്ങി ഒരു പിടി ചോദ്യങ്ങൾ. നിന്ന നിൽപ്പിൽ തന്നെ നീന്തൽ വേഷം ഊരിക്കോളാൻ കത്തു കണ്ട ലോ സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് മുന്നറിയിപ്പ് നൽകി. അങ്ങനെ പറഞ്ഞ വാക്കിൽ നിന്ന് പിണറായി പിന്മാറി. ജേക്കബ് തോമസ് നീന്തുകയോ കരയ്ക്കിരുന്ന് ചൂണ്ടയിടുകയോ എന്തു വേണേലും ആയിക്കോ എന്ന മട്ടിൽ ചാകര കാത്തിരുന്ന ജേക്കബ് തോമസ് KC ജോസഫ് എന്ന സുനാമിയിൽ ഒലിച്ചുപോയി. ചടങ്ങ് റദ്ദാക്കിയെന്ന അറിയിപ്പ് തൊട്ടു പിന്നാലെ കരയ്ക്കടിഞ്ഞു. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എന്ന മുനവെച്ച പ്രതികരണവും. ഒരു പുസ്തക പ്രകാശനത്തിനപ്പുറത്തെ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് വിജിലൻസ് ഡയറക്ടർ ഉൾപ്പെട്ട പുതിയ വിവാദം. ആത്മകഥ എഴുതാൻ അനുവാദം വേണമെന്ന അറിവ് പോലും ഇല്ലാതെയാണോ പിണറായി വിജയൻ പിന്തുണ അറിയിച്ചത്? സെൻകുമാറിനെ വിടാതെ പിടികൂടുന്ന പിണറായി വിജയന് ജേക്കബ് തോമസ് സ്വീകാര്യനാകുന്നത് സ്വാഭാവികം മാത്രമോ? ജേക്കബ് തോമസിൻ്റേത് ഉണ്ടയില്ലാ വെടിയാണെങ്കിൽ ഉമ്മൻചാണ്ടിയെ അടിയൻ ലച്ചിപ്പോമെന്ന് പറഞ്ഞ് KC ജോസഫ് ചാടി വീണത് എന്തിനാണ്? 64-ന് കുറ്റപത്രം തയ്യാറാക്കി കൈകുഴഞ്ഞതുകൊണ്ടാണോ പ്രതിപക്ഷ നേതാവ് ഇറങ്ങി പുറപ്പെടാഞ്ഞത്? അതോ സ്രാവുകളൊന്നും സ്വന്തം ഗ്രൂപ്പുകാർ അല്ലാത്തതുകൊണ്ടോ? എന്തായാലും ജേക്കബ് തോമസിനെതിരെ ഒടുവിൽ എല്ലാവരും ഒറ്റക്കെട്ടായി. ഭരണ പ്രതിപക്ഷ നിരയുടെ പുറംപൂച്ച് പുറത്താകാൻ ഒരു പുസ്തകം മതിയെന്ന് കേരളം ഇന്ന് കണ്ടു. സ്രാവുകൾ വിഴുങ്ങിയ ആ പുസ്തകം കേരളം ഏറ്റെടുക്കേണ്ടേ എന്ന നിരീക്ഷണം ശക്തമാകുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. പുസ്തക പ്രകാശനത്തിൽ നിന്നും പിണറായി പിന്തിരിഞ്ഞത് പ്രതിപക്ഷ നീക്കം പ്രതിരോധത്തിലാക്കിയതുകൊണ്ടോ? 2. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോഴെന്ന ജേക്കബ് തോമസിന്റെ ആത്മകഥ അച്ചടി മഷി പുരണ്ടത് ആരുടെ കഥ കഴിക്കാൻ? 3. പ്രതിഷേധിക്കുന്നതിന് പകരം പുസ്തകം പുറത്തിറങ്ങട്ടെ എന്ന നിലപാടെടുക്കാൻ പ്രതിപക്ഷം പേടിക്കുന്നത് എന്തിന്? 4. സർവീസ് നിയമങ്ങൾ അറിയാതെയാണോ പിണറായി വിജയൻ പച്ചക്കൊടി കാട്ടിയത്? 5. KC ജോസഫിന്റെ കത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ട മുഖ്യമന്ത്രി ജേക്കബ് തോമസിനെതിരെ അന്വേഷണം നടത്തുമോ? 6. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തെന്ന ആക്ഷേപം ജേക്കബ് തോമസിന്റെ തിരിച്ചുവരവിന് തിരിച്ചടിയാകുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. പുസ്തക പ്രകാശനത്തെ പേടിക്കുന്ന താര എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് വക്താവ് പന്തളം സുധാകരൻ, മുൻ മന്ത്രി, BJP വക്താവ് JR പത്മകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A ജയശങ്കർ, CPI നേതാവും മുൻ മന്ത്രിയുമായ C ദിവാകരൻ MLA എന്നിവർ. KC ജോസഫ് MLA ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു.